നാഷണൽ പെർമിറ്റ് വണ്ടി ഇങ്ങനെ ഓടിക്കുമ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റ് മുമ്പ് ഇടുന്നു. നമ്മൾ ഇത്ര സ്റ്റേറ്റുകളിൽ പോയി ഇത്ര നദികൾ കണ്ടു, നദികൾ ക്രോസ് ചെയ്തു. അപ്പൊ എന്റെ കൂടെ നമുക്ക് ശ്രദ്ധിച്ചില്ലായിരുന്നു. നമ്മൾ ഒരു നദി പറയുന്നില്ല, അതിന്റെ പേര് നോക്കും. നമ്മൾ നോർമലായിട്ട് പുതിയൊരു സ്ഥലത്തോടെ പോയിട്ട് വലിയൊരു നദിയെ ക്രോസ് ചെയ്യുന്നതിന് ഉടനെ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കും. നമുക്ക് അറിയാവുന്ന പേര് അറിയാവുന്ന വലിയ നദികളാണോ നോക്കാറുണ്ട്. അതിനകത്തിൽ നമ്മൾ ഗംഗാ നദി കാണുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് കാണാൻ മാത്രമല്ല ഇറങ്ങി കുളിക്കാൻ അതൊരു ഇതായിരുന്നു. പിന്നെ യുപിയിൽ ഞാൻ മുമ്പ് വന്നിട്ടില്ല. അപ്പം ട്രക്കും കൊണ്ട് അല്ലാണ്ടാണെങ്കിൽ കൂടെ യുപി വരാൻ സാധിച്ചത് ഒരു സന്തോഷമുണ്ട്. യുപി സ്റ്റേറ്റില് എല്ലാവർക്കും ഒരു പുതിയൊരു അനുഭവമാണ്. നമ്മുടെ ലിസ്റ്റിലോട്ട് ഒരു സ്റ്റേറ്റും കൂടെ ആടുമായി ഉത്തർപ്രദേശ്. പക്ഷെ നമ്മൾ ബീഹാർ വഴിയാണ് വന്നത്. പക്ഷെ നമ്മൾ ബീഹാറിൽ ഇറങ്ങിയിട്ടില്ല. അല്ല, ഞങ്ങൾ പക്ഷേ രണ്ടുപേരും ബീഹാർ പോയിട്ടുണ്ട്. ഞങ്ങൾ ബീഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈഫിൽ ഒരു സമയം വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അതെ, കാഴ്ചകളൊക്കെ ഒന്ന് കാണേണ്ടതാണ്. സൂപ്പറായി. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ദിവസമാണ് വന്നത്. നല്ല തിരക്കുള്ള സമയമാണ്. ട്രെയിനകത്ത് നമുക്ക് കാല് വെക്കാൻ പറ്റിയില്ല. ആ സ്ലീപ്പർ ക്ലാസ് അതൊരു തമാശ പറയാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുപോലെ നമ്മൾ സ്ലീപ്പർ കോച്ചിനകത്തേക്ക് ആൾക്കാർ കിടക്കുമ്പോൾ നമ്മൾ കിടന്ന് ബഹളം വെക്കും. ഇതിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. നമ്മൾ റിസർവേഷൻ ടിക്കറ്റ് ഒക്കെ ആയിട്ട് കയറി കഴിയുമ്പോൾ ഇത് നമ്മള് ജനറൽ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പർ അത് താഴെ കിടന്നുറങ്ങിയ സത്യത്തിൽ കിടക്കാനോ ഇരിക്കാൻ പോലും നിൽക്കാനും സ്ഥലം ഉണ്ടായിരുന്നു. സ്ലീപ്പർ ക്ലാസ്സിനകത്ത് വരെ നിൽക്കാനും സ്ഥലം ഉണ്ടായിരുന്നു. അവസാനം കക്കൂസി പോയിട്ട് വരുന്നതൊക്കെ നമ്മളെ പുറത്ത് ചവിട്ടിട്ട് അപ്പൂമാരൊക്കെ നല്ലോണം ചവിട്ടി തേച്ചിട്ട് കോമഡി എന്ന് വെച്ചാൽ കോമഡി. രാവിലെ എണീക്കുമ്പോ ആരെ കൂടിയാണ് കിടക്കുന്നത് കാര്യമുണ്ട്. നമ്മൾ ആ ട്രെയിൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരവ് നടക്കത്തില്ല. നമുക്ക് രണ്ട് ട്രെയിൻ ഇന്നലെ രാത്രി 2 ട്രെയിൻ അരമണിക്കൂറിൽ കിട്ടി. അതില് ഒന്നാമത്തെ ട്രെയിനിൽ കാല് കുത്താൻ പറ്റിയില്ല. അതുപോലെ നമ്മള് ജനറലാണ് കയറിയപ്പോ ഒരു രക്ഷയില്ല. ബാത്റൂമിനടുത്ത് നിൽക്കണം തോന്നിയാണ്. ഭയങ്കര നാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് രണ്ടാമത്തെ ട്രെയിൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ കിട്ടി. അതിൽ നമ്മൾ ജനറൽ കയറാതെ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് നേരെ സ്ലീപ്പർ ക്ലാസ്സിൽ കയറി. ചെക്കിംഗ് ഒന്നും നോർത്ത് ഇന്ത്യ ചെക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് ശരിയായിരുന്നു. വെറുതെ നിയമം കുറച്ചെങ്കിലും നമ്മള് കേരളക്കാരായോണ്ട് കുറച്ച് നിയമമൊക്കെ പാലിക്കും. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല. ജനറൽ ടിക്കറ്റ് കൊണ്ട് ജനറൽ കമ്പാർട്ട്മെന്റ് കയറിയിട്ട് യാത്ര ഒരു രക്ഷയില്ല. അപ്പൊ അതിനകത്ത് എല്ലാ RPF ഉദ്യോഗസ്ഥർ കയറുന്നുണ്ട്. അവർക്കറിയാം ഈ കിടക്കുന്നവരെല്ലാം ആര് സ്ലീപ്പർ ടിക്കറ്റ്. കാരണം സ്ലീപ്പർ ടിക്കറ്റ് രാത്രി നൈറ്റിൽ പ്രത്യേകിച്ച് റിസർവ് ടിക്കറ്റ് അല്ലാണ്ട് ടിക്കറ്റ് ഇല്ല. പകലാണ് ഇത്ര ഉള്ള സീറ്റുള്ള റിസർവ് ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് കാല് കുത്താൻ ഇടയിലാണ് ആൾക്കാർ കിടക്കുക. എല്ലാവരും ഒന്നെങ്കിൽ ഒരു ടിക്കറ്റും ഇല്ലാത്തത് അല്ലെങ്കിൽ ജനറൽ ടിക്കറ്റ് എടുത്തോട്ടുള്ളവരാണ് സത്യത്തിൽ ഈ സ്ലീപ്പർ ടിക്കറ്റിൽ ബുക്ക് ചെയ്ത് വരുന്നവർ വെറും പൊട്ടന്മാരാണ്. അല്ലല്ല, അതല്ല. അതിന് കറക്റ്റ് ഫോൺ ഒന്നെങ്കിൽ ഈ ജനറൽ ടിക്കറ്റ് ഇപ്പൊ എത്ര 4 കമ്പാർട്ട്മെന്റ് ഉണ്ട്. 4 കമ്പാർട്ട്മെന്റ് എത്ര പേര് കയറുന്ന റെയിൽവേ അതിന് 10 ആൾക്കാർക്ക് ജനറൽ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യം.